നാലാമത്തെ ചാപ്റ്റർ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് അഥവാ സാധ്യതകളുടെ ഗണിതം. ഇവിടെ നമുക്ക് 3 ഫോർമുലാസ് ആണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ ഫോർമുല പ്രോബബിലിറ്റി ഈക്വൽ ടു നമ്പർ ഓഫ് ഫേവറബിൾ ഇവന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഇവന്റ്, അഥവാ സാധ്യത എന്നത് അനുകൂലമായ സംഭവങ്ങളുടെ എണ്ണം ബൈ ആകെയുള്ള സംഭവങ്ങളുടെ എണ്ണം. ഇനി രണ്ടാമതായി ജിയോമെട്രിക് പ്രോബബിലിറ്റി അഥവാ ജാമിതീയ സാധ്യത. ഏരിയ ഓഫ് ഫേവറബിൾ സ്പേസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ, അനുകൂലമായ വിസ്തീർണം ബൈ ആകെയുള്ള വിസ്തീർണം. Probability of pairs, number of favorable pairs divided by total number of pairs, അഥവാ സാധ്യത എന്നത് അനുകൂല ജോഡികൾ ബൈ ആകെയുള്ള ജോഡികൾ. ജിയോമെട്രിക് പ്രോബബിലിറ്റി അഥവാ ജാമിതീയ സാധ്യതയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള സം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഏരിയ ഓഫ് റെക്ടാങ്കിൾ അഥവാ ചതുരത്തിന്റെ വിസ്തീർണം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ഏരിയ ഓഫ് എ സർക്കിൾ വൃത്തത്തിന്റെ വിസ്തീർണം പൈ ആർ സ്ക്വയർ, ഏരിയ ഓഫ് ട്രയാങ്കിൾ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇത്രയും കാര്യങ്ങളാണ് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് അഥവാ സാധ്യതകളുടെ ഗണിതം എന്ന പാഠഭാഗത്തിൽ പഠിക്കുന്നത്. ഇനി ഈ 3 ഇക്വേഷൻസ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഓരോ പ്രോബ്ലംസ് സോൾവ് ചെയ്യുക എന്ന് നോക്കാം. ആദ്യത്തെ പ്രോബ്ലം, even natural numbers below 9 are written in separate paper slips and put in a box. How many paper slips are there in the box? When a slip is taken from the box, what is the probability of getting a prime number? എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു ബോക്സ് ഉണ്ട്, നമുക്കൊരു ബോക്സ് വരയ്ക്കാം. ഈ ബോക്സിൽ 9 താഴെയുള്ള ഇവൻ നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്, അഥവാ 9 താഴെയുള്ള ഇരട്ട സംഖ്യകൾ. ഏതൊക്കെയാണ് 9 താഴെയുള്ള ഇരട്ട സംഖ്യകൾ? 2, 4, 6, 8. ഇനി ആദ്യത്തെ ചോദ്യം, ഹൗ മെനി പേപ്പർ സ്ലിപ്സ് ആർ ദർ ഇൻ ദ ബോക്സ്? നമ്മുടെ പെട്ടിയിൽ എത്ര പേപ്പർ സ്ലിപ്സ് ഉണ്ട്? 1, 2, 3, 4 പേപ്പർ സ്ലിപ്സ്. ഇനി രണ്ടാമത്തെ ചോദ്യം, when a slip is taken from the box, ഈ ബോക്സിൽ നിന്ന് നമ്മൾ ഒരു സ്ലിപ്പ് എടുക്കുകയാണ്. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ പ്രൈം നമ്പർ? ഒരു അഭാജ്യ സംഖ്യ കിട്ടാനുള്ള സാധ്യത എത്രയാണ്? ഏതൊക്കെയാണ് പ്രൈം നമ്പേഴ്സ്? 9 താഴെയുള്ള പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? പ്രൈം നമ്പേഴ്സ് അല്ലെങ്കിൽ അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത് ഏതിനെയൊക്കെയാണ്? ആ സംഖ്യകൾ കൊണ്ട് ഒന്നുകൊണ്ട് മാത്രമേ ഹരിക്കാൻ സാധിക്കുകയുള്ളൂ. ഏതൊക്കെയാണ് നമ്പേഴ്സ്? 2, 3, 5, 7. അത് കഴിഞ്ഞ് 11 ആണ്. അപ്പോൾ 9 താഴെയുള്ള അഭാജ്യ സംഖ്യകൾ അഥവാ പ്രൈം നമ്പേഴ്സ് 2, 3, 5, 7 എന്നിവയാണ്. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഇതിൽ നിന്നൊരു പ്രൈം നമ്പർ അഥവാ അഭാജ്യ സംഖ്യ എടുക്കാനുള്ള സാധ്യതയാണ്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? പ്രോബബിലിറ്റി ഈക്വൽ ടു, നമ്മുടെ ഇക്വേഷൻ എന്താണ്? നമ്പർ ഓഫ് ഫേവറബിൾ ഇവന്റ് അഥവാ ഇതിലെ ഫേവറബിൾ ഇവന്റ്, നമ്പർ ഓഫ് ഫേവറബിൾ ഇവന്റ് അഥവാ അനുകൂല സംഭവം ഏതാണ്? ഈ 4 സ്ലിപ്പുകളിൽ പ്രൈം നമ്പർ ആവാനുള്ള സാധ്യത. ഇവിടെ പ്രൈം നമ്പേഴ്സ് എത്രയുണ്ട്? 2 മാത്രമാണ്. അപ്പൊ 1 ഹരിക്കണം. ഇനി ടോട്ടൽ നമ്പർ ഓഫ് ഇവന്റ്സ്, ടോട്ടൽ നമ്പർ ഓഫ് ഇവന്റ്സ് എന്ന് പറയുന്നത് ഈ പെട്ടിയിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് സ്ലിപ്പ്, ആകെയുള്ള സ്ലിപ്പുകളുടെ എണ്ണം 1, 2, 3, 4. അപ്പൊ പ്രോബബിലിറ്റി എത്രയാണ്? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ പ്രൈം നമ്പർ 1/4. അഭാജ്യ സംഖ്യകൾ എടുക്കാനുള്ള സാധ്യത 1/4 ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, ABC is an isosceles right angle triangle in a semicircle of diameter AB. Calculate the probability of a dot put without looking be within the triangle. AB വ്യാസമായ അർദ്ധവൃത്തത്തിലെ ഒരു സമപാർശ്വ മട്ട ത്രികോണമാണ് ABC. ചിത്രത്തിലേക്ക് നോക്കാതെ ഒരു കുത്തിട്ടാൽ കുത്തി ത്രികോണത്തിനകത്ത് വരാനുള്ള സാധ്യത എത്ര? ഇതാണ് ജിയോമെട്രിക് പ്രോബബിലിറ്റി അഥവാ ജാമിതീയ സാധ്യത. ഒരു ഫിഗർ വെച്ച് ആ ഫിഗറിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഡോട്ട് ആവാനുള്ള സാധ്യത കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ ജിയോമെട്രിക് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ജിയോമെട്രിക് പ്രോബബിലിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? ഏരിയ ഓഫ് ഫേവറബിൾ സ്പേസ് ബൈ ടോട്ടൽ ഏരിയ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇവിടെ നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? ABC എന്നത് ഒരു ഐസോസിലസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്, അഥവാ സമപാർശ്വ മട്ട ത്രികോണമാണ്. AB എന്നത് ഈ സെമി സർക്കിളിന്റെ ഡയമീറ്റർ അഥവാ വ്യാസമാണ്. നമ്മൾ ഈ ഫിഗറിൽ ഒരു ഡോട്ട് ഇടുകയാണ്. ഓക്കെ, അങ്ങനെ ഡോട്ട് ഇടുന്ന സമയത്ത് അത് ഈ ട്രയാങ്കിൾ ABC എന്ന ഈ ട്രയാങ്കിളിന്റെ ഉള്ളിലാവാനുള്ള സാധ്യതയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏരിയ ഓഫ് ഫേവറബിൾ സ്പേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC. കാരണം ത്രികോണത്തിന്റെ ഉള്ളിൽ കുത്തു വീഴാനുള്ള സാധ്യതയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ടാണ് ഫേവറബിൾ സ്പേസ് എന്നത് ട്രയാങ്കിൾ ABC ആയത്. ഇനി ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത്
ഈ സെമി സർക്കിളിന്റെ ഏരിയയാണ്. അതായത് ഈ ഫിഗറിന്റെ മുഴുവൻ ഏരിയ എന്നത് ഈ സെമി സർക്കിളിന്റെ ഏരിയയാണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഏരിയ ഓഫ് സെമി സർക്കിൾ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയ കണ്ടുപിടിക്കണം. എ ബി എന്നത് ഈ സർക്കിളിന്റെ ഡയമീറ്റർ അഥവാ വ്യാസമാണ്. അപ്പോൾ ഈ സെന്ററിൽ നിന്നും എയിലേക്കുള്ള ദൂരം 6 ആണ് റേഡിയസ്. അതുപോലെ ഈ സെന്ററിൽ നിന്നും ബിയിലേക്കുള്ള ദൂരവും റേഡിയസ് 6 ആണ്. അതുപോലെ തന്നെ സെന്ററിൽ നിന്നും നമ്മൾ സിയിലേക്ക് ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അത് എത്രയാണ്? അതും 6 ആണ്. കാരണം അതും എന്താണ്? ഈ സർക്കിളിന്റെ, ഈ സെമി സർക്കിളിന്റെ റേഡിയസ് അഥവാ ആരമാണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കുന്നത് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി. എന്താണ് ഇക്വേഷൻ? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ഡിവൈഡഡ് ബൈ. ഇനി ഏരിയ ഓഫ് സെമി സർക്കിൾ. സർക്കിളിന്റെ ഏരിയ എന്താണ്? പൈ ആർ സ്ക്വയർ ആണ്. അപ്പോൾ സർക്കിളിന്റെ പകുതിയാണല്ലോ സെമി സർക്കിൾ. സെമി സർക്കിളിന്റെ ഏരിയ എന്തായിരിക്കും? പൈ ആർ സ്ക്വയറിന്റെ പകുതി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഈ ട്രയാങ്കിളിന്റെ ബേസ് എന്ന് പറയുന്നത് എ ബി ആണ്. എ ബി എന്ന് പറയുന്നത് ആർ പ്ലസ് ആർ 2r ആണ്. ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് ഈ സെന്ററിൽ നിന്ന് സിയിലേക്കുള്ള ദൂരമാണ്. അത് എത്രയാണ്? 6 ആണ്. ഹരിക്കണം പൈ ആർ സ്ക്വയർ ബൈ 2. ഇത് നമുക്ക് സോൾവ് ചെയ്യണം. 2ഉം 2ഉം ക്യാൻസൽ ചെയ്തു. ആർ ഇൻറ്റു ആർ എന്ത് വന്നു? ആർ സ്ക്വയർ ബൈ പൈ ആർ സ്ക്വയർ ബൈ 2. ഇത് നമുക്ക് എങ്ങനെയാണ് ഹരിക്കുക? ആർ സ്ക്വയർ ഹരിക്കണം പൈ ആർ സ്ക്വയർ ബൈ 2 ആണ്. അപ്പോൾ ആർ സ്ക്വയർ ഈ ഹരണം ഗുണനമാവുന്നു. അപ്പോൾ എന്ത് വരും? പൈ ആർ സ്ക്വയർ ബൈ 2ന്റെ റെസിപ്രോക്കൽ അഥവാ വ്യുൽക്രമം നമ്മൾ എടുക്കും. 2 പൈ ആർ സ്ക്വയർ. ഇനി ഇതിനെ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 2r സ്ക്വയർ ബൈ പൈ ആർ സ്ക്വയർ. ആർ സ്ക്വയറും കളഞ്ഞു കഴിഞ്ഞാൽ ഉത്തരം 2/π. അതായത് ഈ പ്രോബബിലിറ്റി എ ബി സി എന്ന ട്രയാങ്കിളിന്റെ ഉള്ളിൽ ഡോട്ട് വീഴാനുള്ള സാധ്യത എത്രയാണ്? 2/π ആണ്. മൂന്നാമത്തെ ചോദ്യം. A box contains paper slips numbered 1, 2, 3, 4, 5 and another box contains paper slips numbered 1, 2, 3. Without looking into it, one paper slip is taken from each box. അതായത് നമുക്ക് 2 ബോക്സുകൾ തന്നിട്ടുണ്ട്. ഒരു ബോക്സിൽ ഏതൊക്കെയാണ് സ്ലിപ്പുകൾ? 1, 2, 3, 4, 5. ഇനി രണ്ടാമത്തേൽ ഏതൊക്കെയാണ് സ്ലിപ്പുകൾ? 1, 2, 3. ഇങ്ങനെ 2 ബോക്സുകളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി ഓരോ ബോക്സിൽ നിന്നും ഓരോ സ്ലിപ്പ് വീതം എടുക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഏതൊക്കെ പെയേഴ്സ് അഥവാ ജോഡികൾ വരാൻ സാധ്യതയുണ്ട്? 1ഉം 1ഉം എടുക്കാം, 1ഉം 2ഉം എടുക്കാം, 1ഉം 3ഉം എടുക്കാം. അതുപോലെ 2ഉം 1ഉം എടുക്കാം, 2ഉം 2ഉം എടുക്കാം, 2ഉം 3ഉം എടുക്കാം, 3ഉം 1ഉം എടുക്കാം, 3, 2, 3, 3. അതുപോലെ 4, 1, 4, 2, 4, 3, 5, 1, 5, 2, 5, 3. ഇത്രയും പെയേഴ്സ് അഥവാ ജോഡികൾ ഉണ്ടാവും. ഈ 2 ബോക്സിൽ നിന്നും ഓരോ സ്ലിപ്പ് വീതം എടുക്കാം. അപ്പൊ ആ പെയേഴ്സ് ഫുള്ള് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി ആദ്യത്തെ ചോദ്യം. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ബോത്ത് ദ നമ്പേഴ്സ് ആർ ഈക്വൽ? 2 ബോക്സിൽ നിന്നും എടുക്കുന്ന നമ്പേഴ്സും തുല്യമാവാനുള്ള സാധ്യത ഏതൊക്കെയാണ്? ആദ്യം തന്നെ നമുക്ക് ഇക്വേഷൻ എഴുതാം. പ്രോബബിലിറ്റി ഈക്വൽ ടു ഇക്വേഷൻ എന്താണ്? നമ്പർ ഓഫ് ഫേവറബിൾ പെയേഴ്സ് അഥവാ അനുകൂല ജോഡികൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ്. അതായത് മുഴുവൻ ജോഡികളും. മുഴുവൻ ജോഡികൾ നമുക്ക് ഇവിടുന്ന് എണ്ണി നോക്കിയാൽ മനസ്സിലാവും. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. മുഴുവൻ ജോഡികളെയും കണ്ടുപിടിക്കാൻ മറ്റൊരു മാർഗമുണ്ട്. ഇവിടെ എത്ര പേപ്പർ സ്ലിപ്സ് ഉണ്ട്? 5. ഇവിടെ എത്ര പേപ്പർ സ്ലിപ്സ് ഉണ്ട്? 3. അപ്പോൾ 5 × 3 ചെയ്താൽ നമുക്ക് ടോട്ടൽ പേപ്പർ സ്ലിപ്സ് കിട്ടും. ടോട്ടൽ ജോഡികളുടെ എണ്ണം കിട്ടും. അപ്പൊ ഇവിടെ എത്രയാണ്? ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് 15 ആണ്. ഇനി ആദ്യത്തെ ചോദ്യത്തിൽ നമ്പർ ഓഫ് ഫേവറബിൾ പെയേഴ്സ് എന്ന് പറയുന്നത് 2 നമ്പേഴ്സും ഈക്വൽ ആയിട്ടുള്ള തുല്യമായിട്ടുള്ള ജോഡികൾ ഏതൊക്കെയാണ്? 1, ഇതാണ് 1, 2, 3. ഇനി ഒരു പെയേഴ്സിലും എന്തില്ല? 2 സംഖ്യകളും തുല്യമായിട്ടില്ല. അപ്പൊ എത്ര ജോഡികളാണ്? 3 ജോഡികൾ. അപ്പോൾ 3/15 ആണ് ആദ്യത്തെ ഉത്തരം. ഇനി രണ്ടാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ബോത്ത് ആർ പ്രൈം? 2 നമ്പേഴ്സും പ്രൈം നമ്പേഴ്സ് ആവാനുള്ള സാധ്യത. പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2, 3, 5, 7 എക്സെട്ര. ഇവയാണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 2 നമ്പേഴ്സും പ്രൈം നമ്പേഴ്സ് ആണ്. നമുക്കറിയാം 1 പ്രൈം നമ്പർ അഥവാ അഭാജ്യ സംഖ്യ അല്ല. അപ്പോൾ ഈ റോയിലുള്ള ഒരു പെയറും വരില്ല, ഒരു ജോഡിയും വരില്ല. ഇനി 2 എന്താണ്? അഭാജ്യ സംഖ്യയാണ്. അപ്പൊ 2, 2 ആണ് ഒരു പെയർ.
അതുപോലെ 2ഉം 3ഉം എന്താണ് പ്രൈം നമ്പേഴ്സുകളാണ്. അപ്പൊ അടുത്ത പേര് 2, 3. ഇനി 3, 1 എന്തല്ല, രണ്ടും പ്രൈം നമ്പേഴ്സ് അല്ല, കാരണം 1 എന്തല്ല പ്രൈം നമ്പർ അല്ല. ഇനി 3, 2 രണ്ടും എന്താണ് പ്രൈം നമ്പർ അഥവാ അഭാജ്യ സംഖ്യകളാണ്. 3, 3 എന്താണ്, രണ്ടും പ്രൈം നമ്പേഴ്സ് അഥവാ അഭാജ്യ സംഖ്യകളാണ്. 4, 1 4, 2 4, 3 ഇവ മൂന്നും എന്തല്ല, രണ്ടും പ്രൈം നമ്പേഴ്സ് അല്ല, കാരണം 4 എന്നത് ഒരു പ്രൈം നമ്പർ അല്ല. ഇനി 5, 1 പ്രൈം നമ്പർ അല്ല, കാരണം 1 എന്തല്ല പ്രൈം നമ്പർ അല്ല. ഇനി 5, 2 രണ്ടും എന്താണ് പ്രൈം നമ്പേഴ്സ് അഥവാ അഭാജ്യ സംഖ്യകളാണ്. അതുപോലെ 5, 3 എന്താണ്, രണ്ടും പ്രൈം നമ്പേഴ്സ് അഥവാ അഭാജ്യ സംഖ്യകളാണ്. അപ്പൊ എത്ര ഫേവറബിൾ പെയേഴ്സ് കിട്ടി? 1, 2, 3, 4, 5, 6 6 ഫേവറബിൾ പെയേഴ്സ് കിട്ടി. ഡിവൈഡഡ് ബൈ ടോട്ടൽ പെയേഴ്സ് നമുക്കറിയാം 15. അപ്പൊ രണ്ടാമത്തതിന്റെ ഉത്തരം എത്രയാണ്? ദ പ്രോബബിലിറ്റി ദാറ്റ് ബോത്ത് ആർ പ്രൈം അഥവാ രണ്ട് അഭാജ്യ സംഖ്യകളുള്ള ജോഡികൾ കിട്ടാനുള്ള സാധ്യത 6/15 ആണ്. അഞ്ചാമത്തെ ചാപ്റ്റർ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് അഥവാ രണ്ടാം കൃതി സമവാക്യം. ഇക്വേഷൻസ് തന്ന് അതിൽ നിന്ന് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്നാണ് ഈ പാഠത്തിൽ പഠിക്കുന്നത്. അതിന് 2 മെത്തേഡ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഒന്നാമത്തതാണ് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അഥവാ വർഗ്ഗത്തികവ്. x² + bx = c എന്ന ഫോർമാറ്റിലായിരിക്കും സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. അങ്ങനെയെങ്കിൽ അതിൽ നിന്ന് എക്സിന്റെ വാല്യൂ കാണാനുള്ള ഇക്വേഷൻ x = ± √(c + b²/4 - b/2) എന്നാണ്. ഇനി രണ്ടാമത്തെ മെത്തേഡാണ് യൂസിങ് ക്വാഡ്രാറ്റിക് ഫോർമുല അഥവാ ദ്വിമാന സമവാക്യം ഉപയോഗിച്ചുകൊണ്ട്. ax² + bx + c = 0 എന്ന ഫോർമാറ്റിലായിരിക്കും നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. അങ്ങനെയെങ്കിൽ അതിൽ നിന്ന് എക്സ് കാണാനുള്ള ഇക്വേഷൻ x = -b ± √(b² - 4ac) / 2a എന്നാണ്. ഇനി നമുക്ക് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസിലെ കോമൺ ആയി വരുന്ന 3 ചോദ്യങ്ങൾ നോക്കാം. അതിലെ ഒന്നാമത്തെ ചോദ്യം, when each side of a square is increased by 1 meter, the area becomes 49 square meters. What is the length of one side of the original square? അതായത് എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ഒരു സമചതുരം അഥവാ ഒരു സ്ക്വയർ ഉണ്ട്. ഈ സ്ക്വയറിന്റെ ലെങ്ത് എക്സ് ആണ്. ലെങ്ത്തും ബ്രെഡ്ത്തും സെയിം ആയിരിക്കും സ്ക്വയർ. അപ്പൊ ഇതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഒക്കെ എക്സ് ആണ്. ഇനി ഈ സ്ക്വയറിന്റെ ലെങ്തിനോടും ബ്രെഡ്ത്തിനോടും 1 മീറ്റർ വീതം നമ്മൾ കൂട്ടുകയാണ്. അങ്ങനെയെങ്കിൽ ഈ സ്ക്വയറിന്റെ ഏരിയ എന്നത് 49 സ്ക്വയർ മീറ്റർ ആണെന്നാണ് തന്നിട്ടുള്ളത്. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് വൺ സൈഡ് ഓഫ് ദ ഒറിജിനൽ സ്ക്വയർ? നമ്മുടെ ഒറിജിനൽ സ്ക്വയറിന്റെ ഒരു സൈഡിന്റെ ലെങ്ത്, അതായത് എക്സിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മുടെ പുതിയ സ്ക്വയറിന്റെ ഏരിയ 49 ആണെന്ന് തന്നിട്ടുണ്ട്. ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഏരിയ ഓഫ് എ സ്ക്വയർ അഥവാ ഒരു സമചതുരത്തിന്റെ പരപ്പളവ് എന്നത് അതിന്റെ ലെങ്ത്തിന്റെ സ്ക്വയർ ആണ്. ഇവിടെ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? x+1 ആണ്. അപ്പൊ x+1ന്റെ സ്ക്വയർ ആണ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ x+1 ഹോൾ സ്ക്വയർ എന്നത് 49 എന്നിടാം. x+1 = ഈ സ്ക്വയർ ഈ സൈഡിലേക്ക് പോയാൽ √49. x+1 = 49ന്റെ റൂട്ട് എത്രയാണ്? 7. x = 7 +1 ഈ സൈഡിലേക്ക് പോയാൽ -1. 7ൽ നിന്ന് 1 പോയാൽ 6. അതായത് നമുക്ക് എന്ത് പറയാം? ഒറിജിനൽ സ്ക്വയറിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 6 മീറ്റർ ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, ഫൈൻഡ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് എ റെക്ടാംഗിൾ ഹാവിംഗ് പെരിമീറ്റർ 100 മീറ്റേഴ്സ് ആൻഡ് ഏരിയ 525 സ്ക്വയർ മീറ്റേഴ്സ്. എപ്പോഴും സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന പാഠഭാഗത്തിൽ നിന്നും ചോദിക്കുന്ന വളരെ കോമൺ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. പെരിമീറ്ററും ഏരിയയും തന്നിട്ട് ലെങ്ത്തും ബ്രെഡ്ത്തും കണ്ടുപിടിക്കാൻ. അപ്പോൾ നമുക്കറിയാം. അപ്പൊ നമുക്ക് എന്തൊക്കെ തന്നിട്ടുള്ളത്? പെരിമീറ്റർ അഥവാ ചുറ്റളവ്. പെരിമീറ്റർ എത്രയാണ്? 100. അതുപോലെ ഏരിയ നമുക്ക് തന്നിട്ടുണ്ട്. ഏരിയ ഓഫ് എ റെക്ടാംഗിൾ എത്രയാണ്? 525. ഒരു റെക്ടാംഗിളിന്റെ പെരിമീറ്ററിന്റെ ഇക്വേഷൻ എന്താണ്? 2 × ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ്. അതാണ് 100. ഇനി ഒരു റെക്ടാംഗിളിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ലെങ്ത് × ബ്രെഡ്ത്ത് ആണ് 525. ഇതിലെ ലെങ്ത്തും ബ്രെഡ്ത്തും ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അഥവാ നീളവും വീതിയുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുക ചോദിച്ചാൽ, പെരിമീറ്ററിൽ നിന്ന് നമ്മൾ ലെങ്തോ ബ്രെഡ്ത്തോ കണ്ടുപിടിക്കുന്ന തരത്തിൽ L = അല്ലെങ്കിൽ B = എന്ന് പറഞ്ഞിട്ട് ഇക്വേഷൻ റെഡിയാക്കണം. അതിനായിട്ട് L + B = 100/2 എന്നുള്ളത്. അതായത് ഈ 2നെ നമുക്ക് ഈ സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പൊ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് = 100ന്റെ പകുതി എത്രയാ? 50. ഇനി നമുക്ക് ഇതിൽ നിന്ന് ബ്രെഡ്ത്തിന്റെ ഇക്വേഷൻ എഴുതാം. ബ്രെഡ്ത്ത് = 50 - L. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഈ റെക്ടാംഗിളിന്റെ ബ്രെഡ്ത്തിന്റെ ഇക്വേഷൻ 50 - ലെങ്ത് ആണെന്ന് കിട്ടി. ഇനി ഇത് നമുക്ക് ഏരിയയുടെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കണം. ലെങ്ത് × ബ്രെഡ്ത്തിന്റെ സ്ഥാനത്ത് എന്താണ് ഇട്ട് കൊടുക്കേണ്ടത്? 50 - L.
ഈക്വൽ ടു 525. ഇനി ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ രണ്ടാം കൃതി സമവാക്യമാണ് കിട്ടുക. എങ്ങനെയാണ്? L × 50 എന്ത് വരും? 50L മൈനസ് L × L എന്ത് വരും? L² ഈക്വൽ ടു 525. ഈ ഇക്വേഷനെ നമ്മളൊന്ന് കറക്റ്റ് ചെയ്ത് എഴുതുകയാണെങ്കിൽ -L² പ്ലസ് 50L ഈക്വൽ ടു 525. ഈ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡിലെ x² പ്ലസ് bx ഈക്വൽ ടു c എന്ന ഫോർമാറ്റിലേക്ക് ഇത് മാറ്റണമെങ്കിൽ നമുക്ക് ഈ മൈനസ് മാറ്റണം. ഈ മൈനസ് പ്ലസ് ആക്കണമെങ്കിൽ ഈ ഇക്വേഷനിൽ ഉടനീളം എല്ലാ ടേംസിന്റെയും സൈന് മാറ്റിയാൽ മതി. -L² എന്തായി? +L² ആയി. പ്ലസ് 50L -50L ആവുന്നു. പ്ലസ് 525 -525. ഇനി ഇതിപ്പോ നമ്മൾ x² പ്ലസ് bx ഈക്വൽ ടു c എന്ന ഫോർമാറ്റിലായി. ഇവിടെ b യും c യും എന്താണ്? b എന്നത് -50 ആണ്, c എന്നത് -525 ആണ്. b യും c യും കിട്ടിക്കഴിഞ്ഞാൽ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് L കാണും. x ഈക്വൽ ടു എന്ന സ്ഥാനത്ത് ഞാൻ L ഈക്വൽ ടു എന്നാണ് കൊടുക്കുന്നത്. L ഈക്വൽ ടു +or- (c പ്ലസ് ഇക്വേഷൻ ആണ് എഴുതുന്നത് b²/4 മൈനസ് b/2 ഈക്വൽ ടു +or- (c എന്താണ്? -525 പ്ലസ് b² എന്ന് പറയുന്നത് -50ന്റെ സ്ക്വയർ എത്രയാണ്? 2500 ഹരിക്കണം 4 മൈനസ് b/2 അതായത് 50 -50/2 ഈക്വൽ ടു +or- -525 പ്ലസ് 2500 ഹരിക്കണം 4 എത്രയാണ്? 625. ഇനി മൈനസും മൈനസും പ്ലസ് ആവുന്നു. 50ന്റെ പകുതി എത്രയാ? 25 ഈക്വൽ ടു +or- -525 പ്ലസ് 625 എന്താണ്? 625 നിന്നും 525 പോയി കഴിഞ്ഞാൽ √100 പ്ലസ് 25. ഇനി +or- 100ന്റെ റൂട്ട് എത്രയാണ്? 10 പ്ലസ് 25. അപ്പോ ലെങ്ത്തിന് രണ്ട് വാല്യൂസ് വരും. ഒന്ന് -10 പ്ലസ് 25 അതുപോലെ +10 പ്ലസ് 25. ഇനി -10 പ്ലസ് 25 എന്ത് വരും? 25 നിന്നും 10 പോയി കഴിഞ്ഞാൽ 15. ഇനി 10 പ്ലസ് 25 എത്ര വരും? 35. അപ്പൊ നമുക്ക് രണ്ട് ലെങ്ത്തുകൾ കിട്ടിയിട്ടുണ്ട്. ഒന്ന് 15 ഒന്ന് 35. അപ്പോൾ ഈ റെക്ടാംഗിളിന്റെ ലെങ്ത് എന്നത് 35 ആണ്, ബ്രെഡ്ത്ത് എന്നത് 15 ആണ്. ഇനി മൂന്നാമത്തെ ചോദ്യം, x റെപ്രസെന്റ്സ് എ നാച്ചുറൽ നമ്പർ. x എന്നത് ഒരു നാച്ചുറൽ നമ്പറിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. വാട്ട് നമ്പർ ഷുഡ് ബി ആഡഡ് ടു x² പ്ലസ് 8x ടു മേക്ക് ഇറ്റ് എ പെർഫെക്റ്റ് സ്ക്വയർ? ഇവിടെ നമുക്ക് ഓൾറെഡി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. x² പ്ലസ് bx പ്ലസ് c² എന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ അതിനെ നമുക്ക് ഈ രീതിക്ക് എഴുതാം. x പ്ലസ് c² x പ്ലസ് c ഹോൾ സ്ക്വയർ എന്ന രൂപത്തിൽ എഴുതാം. ഇതാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് x² പ്ലസ് 8x പ്ലസ് c². ഓക്കെ, അതായത് x² പ്ലസ് 8xന്റെ കൂടെ ഏതോ ഒരു നമ്പർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണെന്നാണ് പറയുന്നത്. ആ നമ്പർ ആണ് നമ്മൾ c² എന്ന് കൊടുത്തിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? നേരത്തെ പറഞ്ഞ പോലെ x പ്ലസ് c ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇനി ഈ x പ്ലസ് c ഹോൾ സ്ക്വയറിനെ നമുക്ക് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. എങ്ങനെയാണ്? x² പ്ലസ് 2 ഇൻറ്റു x ഇൻറ്റു c എന്ത് വരും? 2cx പ്ലസ് c². ഇതെങ്ങനെയാണ് എഴുതിയത് എന്ന് മനസ്സിലായോ? a പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്നത് നമ്മൾ എങ്ങനെയാണ് എഴുതുക? a² പ്ലസ് 2ab പ്ലസ് b². ഈ ഒരു എക്സ്പാൻഷൻ ആണ് ഇവിടെ നമ്മൾ എഴുതിയിട്ടുള്ളത്. ഇവിടെ x² ഈക്വൽ ആണ്, c²ഉം ഈക്വൽ ആണ്. അതുപോലെ തന്നെ 8x ഉം 2cx ഉം ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് അത് മാത്രമായിട്ട് എടുത്ത് എഴുതാം. എന്ത്? 2cx എന്ന് പറയുന്നത് എന്താണ്? 8x ആണ്. ഇതിൽ നിന്ന് നമുക്ക് c-ന്റെ വാല്യൂ കണ്ടുപിടിച്ചൂടെ? c ഈക്വൽ ടു 8x/2x. എക്സും എക്സും ക്യാൻസൽ ചെയ്താൽ 8/2 എന്ത് വരും? 4. അതായത് x² പ്ലസ് 8xന്റെ കൂടെ c² ആഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ പറഞ്ഞത് x² പ്ലസ് 8x പ്ലസ് c² ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആവുക എന്ന് നമ്മൾ പറഞ്ഞത്. അപ്പൊ അതിൽ c നമുക്ക് കിട്ടിയിട്ടുണ്ട് 4 ആണ്. അങ്ങനെയാണെങ്കിൽ x² പ്ലസ് 8xന്റെ കൂടെ ഏത് നമ്പർ ആഡ് ചെയ്യുമ്പോഴാണ് അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആവുക? 4ന്റെ സ്ക്വയർ, അതായത് 16 ആഡ് ചെയ്യുമ്പോഴാണ് അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആവുക. നമുക്ക് എങ്ങനെ എഴുതാം? x പ്ലസ് 4 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ആറാമത്തെ ചാപ്റ്ററായ ട്രിഗ്നോമെട്രി അഥവാ ത്രികോണം 3 കാര്യങ്ങളാണ് പറയുന്നത്. ആദ്യത്തേത് 45 ഡിഗ്രി 45 ഡിഗ്രി 90 ഡിഗ്രി എന്ന റേഷ്യോയിൽ
ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ മട്ട ത്രികോണം വന്നു കഴിഞ്ഞാൽ അതിന്റെ സൈഡുകളുടെ നീളം 1:1:√2 എന്ന റേഷ്യോയിലായിരിക്കും. അതുപോലെ 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി എന്നിങ്ങനെയാണ് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ മട്ട ത്രികോണത്തിന്റെ കോണുകളെങ്കിൽ അതിന്റെ സൈഡുകളുടെ റേഷ്യോ എന്നത് 1:√3:2 എന്ന റേഷ്യോയിലായിരിക്കും. അടുത്തതായി സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ് എന്നിവ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ്. സൈൻ എക്സ് എന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. എക്സ് ഡിഗ്രി എന്ന ആംഗിളിന്റെ എതിർവശം ബൈ കർണമാണ്. കോസ് എക്സ് ഡിഗ്രി എന്നത് എക്സ് ഡിഗ്രി എന്ന ആംഗിളിന്റെ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ടാൻ എക്സ് ഡിഗ്രി എന്നത് എക്സ് ഡിഗ്രി എന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ്. മൂന്നാമതായിട്ട് എ ബി എന്നൊരു കോഡ് ഉണ്ട്. ആ കോഡിൽ നിന്ന് വൃത്ത കേന്ദ്രത്തിലേക്ക് വരുന്ന കേന്ദ്ര കോൺ അഥവാ സെൻട്രൽ ആംഗിൾ ആണ് എക്സ് ഡിഗ്രി എങ്കിൽ ലെങ്ത് ഓഫ് കോഡ് എ ബി എന്ന കോഡിന്റെ അഥവാ ഞാണിന്റെ നീളം എന്നത് 2 × r × sin(x/2) ആണ്. r എന്നത് റേഡിയസ് അഥവാ ആരമാണ്. എക്സ് എന്നത് സെൻട്രൽ ആംഗിൾ അഥവാ കേന്ദ്ര കോണാണ്. സൈൻ, കോസ്, ടാൻ എന്നിവയുടെ 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി ആംഗിൾസ് കാണാതെ അറിഞ്ഞിരിക്കണം. 30 ഡിഗ്രിയോ 45 ഡിഗ്രിയോ 60 ഡിഗ്രിയോ അല്ലാത്ത എല്ലാം നമുക്ക് എന്ത് ചെയ്യും, ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ടാവും. ഇനി ഇത് വെച്ച് എങ്ങനെയാണ് ഓരോ പ്രോബ്ലംസ് സോൾവ് ചെയ്യുക എന്ന് നോക്കാം. ഇവിടെ 3 ചോദ്യങ്ങളാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഈ 3 ചോദ്യങ്ങളും കഴിഞ്ഞ വർഷങ്ങളിൽ ക്രിസ്മസ് എക്സാമിന് ചോദിച്ച ചോദ്യങ്ങളാണ്. അതിലെ ആദ്യത്തെ ചോദ്യം, ഇൻ ദ ഫിഗർ എ ബി സി ഡി ഇസ് എ റെക്ടാംഗിൾ. ഇവിടെ എ ബി സി ഡി എന്നത് ഒരു ചതുരമാണ്. ആംഗിൾ ബി ഇ ഡി എന്നത് 120 ഡിഗ്രിയാണ്. ആംഗിൾ ഡി ബി ഇ എന്നത് 30 ഡിഗ്രിയാണ്. ഡി ഇ എന്നത് 8 സെന്റിമീറ്റർ ആണ്. ഇനി ആദ്യം തന്നെ കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ എ ഇ ഡി ആണ്, അഥവാ കോൺ എ ഇ ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ആംഗിൾ എങ്ങനെയാണ് നമുക്കറിയാം. ഒരു സെമി സർക്കിൾ അഥവാ ഒരു അർദ്ധവൃത്തത്തിന്റെ കോൺ എന്ന് പറയുന്നത് എത്രയാണ്? 180 ഡിഗ്രിയാണ്. 180 ഡിഗ്രിയിൽ നിന്നും നമുക്ക് തന്നിട്ടുള്ള 120 ഡിഗ്രി കുറച്ചാൽ എത്ര വരും? 60 ഡിഗ്രി. അപ്പോൾ ആംഗിൾ എ ഇ ഡി എത്രയാണ്? 60 ഡിഗ്രിയാണ്. ഇനി രണ്ടാമതായി ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ ഡി. എ ഡിയുടെ ലെങ്ത് ആണ്. അപ്പൊ ഈ ആംഗിൾ നമുക്ക് എന്ത് കിട്ടി? 60 ഡിഗ്രി ആണെന്ന് കിട്ടി. ഈ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. ഈ ആംഗിൾ എത്രയാണ്? 30 ഡിഗ്രിയാണ്. ഇവിടെ നമ്മൾ ഇവിടുത്തെ 30:60:90 എന്ന റേഷ്യോയിലാണ് ഇവിടെ ആംഗിൾസ് വന്നിട്ടുള്ളത്. 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവയുടെ സൈഡുകളുടെ നീളം എങ്ങനെയായിരിക്കും? 1:√3:2 എന്ന റേഷ്യോയിലായിരിക്കും. ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 1 ആണെങ്കിൽ അതിന്റെ ഇരട്ടിയായിരിക്കും 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ്. ഇനി 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡിനോട് √3 ഗുണിച്ചതായിരിക്കും 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ്. ഇവിടെ നമുക്ക് 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആണ് 8 എന്ന് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മളിവിടെ 8 എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? 8ന്റെ പകുതി എത്രയാ? 4. ഇനി 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റോ? 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എന്താണോ അതിനോട് √3 ഗുണിച്ചത്, അതായത് 4√3. ഇനി നമുക്ക് അതൊക്കെ ഇവിടെ എഴുതാം. 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എത്രയാ? 4 ആണ്. 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എത്രയാണ്? 4√3 ആണ്. ഇവിടെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ ഡി. എ ഡിയുടെ നീളമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. എ ഡി എന്നത് 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ എ ഡിയുടെ നീളം എന്ത് വരും? 4√3 സെന്റിമീറ്റർ. ഇനി മൂന്നാമത്തെ ചോദ്യം, ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ബി ഇ. ബി ഇയുടെ നീളം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ബി ഇ ഡി എന്ന ഈ ഒരു ട്രയാങ്കിൾ അഥവാ ത്രികോണം മാത്രം നോക്കുകയാണെങ്കിൽ ഈ ആംഗിൾ 120 ഡിഗ്രിയാണ്, ഈ ആംഗിൾ 30 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? നമുക്കറിയാം ഒരു ത്രികോണത്തിന്റെ 3 കോണുകൾ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? ഒരു ത്രികോണത്തിന് 3 കോണുകൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 180 ഡിഗ്രി കിട്ടണം. അതിലെ 120 ഡിഗ്രി പോയി 30 ഡിഗ്രിയും പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയാണ്? 30 ഡിഗ്രി. അതായത് ഈ ആംഗിളും എത്രയാണ്? 30 ഡിഗ്രിയാണ്. അതായത് ട്രയാങ്കിൾ ബി ഇ ഡിയുടെ 2 കോണുകൾ എന്താണ്? തുല്യമാണ്. ഏതൊക്കെയാണ്? 30 ഡിഗ്രി 30 ഡിഗ്രിയാണ്. അങ്ങനെയുള്ള ട്രയാങ്കിളിനെ നമ്മൾ പറയുന്ന പേരാണ് ഐസോസെലസ് ട്രയാങ്കിൾ. ഐസോസെലസ് ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താണ്? അവയുടെ 2 കോണുകളും ആ കോണുകളുടെ ഓപ്പോസിറ്റ് വരുന്ന സൈഡുകളും തുല്യമായിരിക്കും. ഇവിടെ 2 കോണുകൾ തുല്യമാണ്, 30 ഡിഗ്രി 30 ഡിഗ്രി. ഈ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 8 ആണെങ്കിൽ ഈ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റും 8 ആയിരിക്കും.
ഈ ഐസോസിലസ് ട്രയാങ്കിളിന്റെ പ്രത്യേകത ട്രിഗ്നോമെട്രി അഥവാ ത്രികോണമിതി എന്ന ചാപ്റ്ററിൽ വളരെ അധികം ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് എപ്പോഴും രണ്ട് ആംഗിൾസ് തുല്യമായാൽ ഐസോസിലസ് ട്രയാങ്കിളിന്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ച് തന്നെ അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പൊ ഇവിടെ 30 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടി. അപ്പൊ നമ്മൾ ഈ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 8 ഈ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് അപ്പൊ നമ്മൾ 8 എന്ന് എടുത്തു. അപ്പൊ നമുക്ക് ലെങ്ത് ഓഫ് ബി കിട്ടിയില്ലേ? ബി ഈക്വൽ ടു 8 സെന്റിമീറ്റർ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റെക്ടാംഗിൾ എ ബി സി ഡി. എ ബി സി ഡി എന്ന ഈ റെക്ടാംഗിളിന്റെ ഏരിയ കണ്ടുപിടിക്കണം. ഏരിയ ഓഫ് റെക്ടാംഗിൾ എ ബി സി ഡി. ഒരു ചതുരത്തിന്റെ ഏരിയ അഥവാ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, നീളം ഇൻറ്റു വീതി. ഇവിടെ ലെങ്ത് എത്രയാണ്? 4ഉം 8ഉം കൂട്ടിയാൽ 12 ഇൻറ്റു ബ്രെഡ്ത്ത് എത്രയാണ്? 4√3. 12 ഇൻറ്റു 4√3 എങ്ങനെയാണ് കാണുക? 12 ഇൻറ്റു 4 കാണുക. എത്രയാ? 48. 48ന്റെ കൂടെ √3 ഇൻറ്റു ചെയ്യുക. അപ്പോ 48√3 സെന്റിമീറ്റർ സ്ക്വയർ. ഇനി അടുത്ത ചോദ്യം, നിർബന്ധമായും എല്ലാ എക്സാമിനും ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. എ ബോയ് സ്റ്റാൻഡിങ് അറ്റ് ദ എഡ്ജ് ഓഫ് എ റിവർ സീസ് ദ ടോപ്പ് ഓഫ് എ ട്രീ. ഒരു ആൺകുട്ടി റിവറിന്റെ അഥവാ പുഴയുടെ ഒരറ്റത്ത് നിൽക്കുന്നു. ഇതാണ് പുഴ. ഈ പുഴയുടെ ഒരറ്റത്ത് ആ കുട്ടി നിൽക്കുന്നുണ്ട്. ഇനി സീസ് ദ ടോപ്പ് ഓഫ് എ ട്രീ ഓൺ ദ അതർ എഡ്ജ്. റിവറിന്റെ പുഴയുടെ മറ്റേ അറ്റത്ത് ഒരു മരമുണ്ട്. ഈ മരത്തിലേക്ക് കുട്ടി അറ്റ് ആൻ ആംഗിൾ ഓഫ് എലവേഷൻ 60 ഡിഗ്രിയിൽ നോക്കുകയാണ്. എന്താണ് ആംഗിൾ ഓഫ് എലവേഷൻ? മേൽക്കോൺ. അഥവാ കുട്ടി മേലേക്കാണ് നോക്കുന്നതെങ്കിൽ ആംഗിൾ ഓഫ് എലവേഷൻ എന്നും, കുട്ടി താഴോട്ടാണ് നോക്കുന്നതെങ്കിൽ ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്നുമാണ് പറയുക. അപ്പൊ ആംഗിൾ ഓഫ് എലവേഷൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. നമുക്ക് എന്ത് മനസ്സിലാക്കാം? കുട്ടി മേലോട്ടാണ് നോക്കുന്നത്. അപ്പൊ നമ്മൾ മേലോട്ടൊരു ഇത് വരയ്ക്കുകയാണ്. ഓക്കെ, ഇത് നമ്മുടെ ട്രീ ആണ്, ഇത് നമ്മുടെ റിവർ ആണ്. ഇത് കുട്ടി ആംഗിൾ ഓഫ് എലവേഷനിൽ ട്രീന്റെ മുകളിലോട്ട് നോക്കുകയാണ്. എത്ര ആംഗിളിലാണ്? 60 ഡിഗ്രി. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? സ്റ്റെപ്പിംഗ് 10 മീറ്റേഴ്സ് ബാക്ക്. കുട്ടി എന്ത് ചെയ്യുന്നു? 10 മീറ്റർ പിന്നോട്ട് നടക്കുന്നു. എന്നിട്ട് വീണ്ടും ഹി സീസ് അറ്റ് ആൻ ആംഗിൾ ഓഫ് എലവേഷൻ 30 ഡിഗ്രി. വീണ്ടും 30 ഡിഗ്രി ആംഗിൾ ഓഫ് എലവേഷനിൽ കുട്ടി എന്ത് ചെയ്യാണ്? മരത്തിന്റെ മുകളിലോട്ട് തന്നെ നോക്കുന്നു. എത്രയാണ്? 30 ഡിഗ്രി. ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇത് സ്കെയിലൊക്കെ ഉപയോഗിച്ച് വളരെ നീറ്റ് ആയിട്ട് വരയ്ക്കാനായിട്ട് ശ്രമിക്കാം. ഇനി നമ്മളോട് കണ്ടുപിടിക്കേണ്ടത് ആദ്യത്തെ ചോദ്യം, ഡ്രോ എ റഫ് ഫിഗർ ബേസ്ഡ് ഓൺ ദി ഗിവൺ ഡീറ്റെയിൽസ്. ഗിവൺ ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്കൊരു റഫ് ഫിഗർ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ വരച്ചു കഴിഞ്ഞു. രണ്ടാമത് ഫൈൻഡ് ദ വിഡ്ത്ത് ഓഫ് ദ റിവർ. റിവറിന്റെ വിഡ്ത്ത്. റിവറിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് എന്താ? കുട്ടി ഇവിടെ നിൽക്കുന്നത് മുതൽ നമ്മുടെ മരം വരെയുള്ള നീളമാണ് റിവർ അഥവാ പുഴയുടെ വീതി എന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ലെങ്ത് ആണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അതിനായിട്ട് ഇവിടെ 60 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോ ഈ ബാക്കി ആംഗിൾ എത്രയായിരിക്കും? നമുക്കറിയാം, ഒരു സെമി സർക്കിൾ അല്ലെങ്കിൽ ഒരു അർദ്ധവൃത്തത്തിന്റെ ആംഗിൾ 180 ഡിഗ്രിയാണ്. അപ്പൊ അതിൽ 60 ഡിഗ്രി ഇവിടെയാണെങ്കിൽ ബാക്കി എത്രയാണ്? 180ൽ നിന്ന് 60 പോയാൽ 120 ഡിഗ്രി ആയിരിക്കും ഈ ആംഗിൾ. ഈ ആംഗിൾ എത്രയാ? 30 ഡിഗ്രി. അപ്പൊ നമ്മൾ ഈ ഒരു ട്രയാംഗിൾ മാത്രം നോക്കുകയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ഒരു ആംഗിൾ 30 ആണ്, ഒരു ആംഗിൾ 120 ആണ്. അപ്പൊ ഈ ആംഗിൾ എത്രയായിരിക്കും? നമുക്കറിയാം, ഒരു ത്രികോണത്തിന്റെ 3 കോണുകൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 180 ഡിഗ്രി കിട്ടണം. അപ്പൊ 180ൽ നിന്ന് 120 പോയാൽ 60 ഡിഗ്രി. 60ൽ നിന്ന് 30 ഡിഗ്രി പോയാൽ വീണ്ടും 30 ഡിഗ്രി. അപ്പോൾ ഈ ട്രയാങ്കിൾ എന്താണ്? ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ അവയുടെ 2 കോണുകളും ആ കോണുകൾക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡുകളും തുല്യമായിരിക്കും. ഞാൻ പറഞ്ഞു, എപ്പോഴും ഐസോസിലസ് ട്രയാങ്കിളിന്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ച് വേണം ട്രിഗ്നോമെട്രി എന്ന പാഠത്തിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ. അപ്പോൾ ഈ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 10 മീറ്റർ ആണെങ്കിൽ ഈ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആയ ഈ സൈഡ് എത്ര വരും? അതും 10 മീറ്റർ. അപ്പോൾ കുട്ടി റിവറിന്റെ അവിടെ അറ്റത്തിൽ നിന്നും മരത്തിന്റെ മുകളിലോട്ട് നോക്കുന്ന ആ ആംഗിൾ നമ്മൾ വരച്ചിട്ടുള്ള ആ നീളമാണ് 10 മീറ്റർ എന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? വിഡ്ത്ത് ഓഫ് ദ റിവർ ആണ്. ഈ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. ഇത് 60 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും? 90ഉം 60ഉം 30 ഡിഗ്രി ആയിരിക്കും. ഇപ്പോ നമ്മുടെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അഥവാ മട്ട ത്രികോണം വന്ന റേഷ്യോ എങ്ങനെയാണ്? 30 ഡിഗ്രി ഈസ്റ്റു 60 ഡിഗ്രി ഈസ്റ്റു 90 ഡിഗ്രിയാണ്. അതിലെ ഏത് സൈഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 10 മീറ്റർ ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഐസോസിലസ് ട്രയാംഗിളിന്റെ പ്രത്യേകത ഉപയോഗിച്ചത്. നമുക്കറിയാം ഈ റേഷ്യോസ് എങ്ങനെയാണ് നമുക്ക് അറിയുന്നത്? ഈ റേഷ്യോസ് വെച്ച് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? അറിയാം,
30 ഡിഗ്രി ഈസ് ടു 60 ഡിഗ്രി ഈസ് ടു 90 ഡിഗ്രി എന്ന് പറയുന്നത് റേഷ്യോ എങ്ങനെയാണ്? 1:√3:2 ആണ്. അതായത് 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എന്താണോ വരുന്നത് അതിന്റെ ഡബിൾ ആയിരിക്കും 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ്. 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എന്താണോ വരുന്നത് അതിന്റെ കൂടെ √3 ഗുണിക്കുന്നതാണ് 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ്. അപ്പൊ ഇവിടെ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 10 ആണെങ്കിൽ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എന്താണ്? 10ന്റെ പകുതി 5. 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എന്താണോ അതിന്റെ കൂടെ √3 ഗുണിച്ചത്. അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് എഴുതാം. 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 5 ആണ്. 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എന്താണ്? 5√3 ആണ്. ഇപ്പൊ നമുക്ക് റിവറിന്റെ നീളം, വിഡ്ത്ത് ഓഫ് ദ റിവർ എത്രയാ? 5 മീറ്റർ. ഇനി ഹൈറ്റ് ഓഫ് ദ ട്രീ ആണ് അടുത്തത് ചോദിച്ചിട്ടുള്ളത്. ഹൈറ്റ് ഓഫ് ദ ട്രീ എന്ന് പറയുന്നത് ഈ നീളമല്ലേ? അത് എത്രയാണ്? 5√3 മീറ്റർ. ഇങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക. മൂന്നാമത്തെ ചോദ്യം, ഇൻ ദ ഫിഗർ O ഇസ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ. ഈ സർക്കിളിന്റെ സെന്റർ അഥവാ കേന്ദ്രമാണ് O. ആംഗിൾ AOB ഈക്വൽ ടു 120 ഡിഗ്രി. AOB എന്ന ഈ ആംഗിൾ എത്രയാണ്? 120 ഡിഗ്രിയാണ്. ആംഗിൾ OCB ഈക്വൽ ടു 90 ഡിഗ്രി. AB ഈക്വൽ ടു 6 സെന്റിമീറ്റർ. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് AC? നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്. ഒരു സർക്കിൾ ആണ്. ഈ സർക്കിളിന്റെ കോഡ് അഥവാ ഞാണാണ് AB. ഈ AB എന്ന കോഡിനെ വൃത്ത കേന്ദ്രത്തിൽ നിന്നും ലംബമായിട്ട് അഥവാ പെർപെൻഡിക്കുലർ ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ AB എന്ന ഈ കോഡ് ഈക്വൽ ആയിട്ടാണ് കട്ട് ചെയ്യുക. അതായത് AB 6 സെന്റിമീറ്റർ ആണെങ്കിൽ AC-യും CB-യും 3 സെന്റിമീറ്റർ ആയിട്ടാണ് കട്ട് ആവുക. അപ്പൊ ലെങ്ത് ഓഫ് AC എത്രയാ? 3 സെന്റിമീറ്റർ. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ? ഈ സർക്കിളിന്റെ റേഡിയസ്, അതായത് Oയിൽ നിന്ന് Bയിലേക്കോ Oയിൽ നിന്ന് Aയിലേക്കോ ഉള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സർക്കിളിന്റെ റേഡിയസ് കണ്ടുപിടിക്കാം. ഇതുപോലെ ഒരു ചിത്രമാണ് ഇവിടെ മൂന്നാമതായിട്ട് തന്നിട്ടുള്ളത്. ഒരു സർക്കിൾ ഉണ്ട്. ഈ സർക്കിളിന്റെ ഒരു കോഡ് അഥവാ ഞാണാണ് AB. AB എന്ന കോഡിൽ നിന്നും സർക്കിളിന്റെ സെന്ററിലേക്ക് വന്നിട്ടുള്ള ആംഗിൾ അഥവാ കേന്ദ്ര കോഡാണ് X ഡിഗ്രി. അതുപോലെ ഈ സർക്കിളിന്റെ റേഡിയസ് R ആണ്. അങ്ങനെയെങ്കിൽ ഇക്വേഷൻ എന്താ? ലെങ്ത് ഓഫ് കോഡ് AB. ലെങ്ത് ഓഫ് കോഡ് AB ഈക്വൽ ടു ഇക്വേഷൻ എന്താ? 2 × R × സൈൻ ഓഫ് X/2. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് R ആണ്. ലെങ്ത് ഓഫ് കോഡ് AB നമുക്കറിയാം 6 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി X എന്നത് AB എന്ന കോഡിൽ നിന്ന് വൃത്ത കേന്ദ്രത്തിൽ വരുന്ന ആംഗിൾ എത്രയാ? 120 ഡിഗ്രി ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ എല്ലാം നമുക്ക് അറിയാം. R മാത്രം നമുക്ക് കണ്ടുപിടിച്ചൂടെ? R മാത്രം അവിടെ നിർത്തി ബാക്കിയെല്ലാം ഈ സൈഡിലേക്ക് കൊണ്ടുവരണം. അപ്പൊ റേഡിയസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് AB ഡിവൈഡഡ് ബൈ 2 × സൈൻ ഓഫ് X/2 എന്ന് വന്നു. ഇനി AB-യുടെ ലെങ്ത് എത്രയാണ്? 6 ഡിവൈഡഡ് ബൈ 2 × സൈൻ ഓഫ് കേന്ദ്ര കോൺ എത്രയാണ്? 120 ഡിഗ്രിയാണ്. 120/2 ഈക്വൽ ടു 6/2 × സൈൻ ഓഫ് 120ന്റെ പകുതി സൈൻ 60 ഡിഗ്രി. ഇപ്പൊ സൈൻ 60 ഡിഗ്രി നമുക്ക് അറിഞ്ഞിരിക്കണം. 6/2 × സൈൻ 60 ഡിഗ്രി എത്രയാണ്? ഈ ടേബിളിൽ നോക്കിയാൽ അറിയാം. സൈൻ 60 ഡിഗ്രി എന്നത് √3/2 ആണ്. √3/2. ഈ 2ഉം ഈ 2ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 6/√3 സെന്റിമീറ്റർ ആണ് ഈ സർക്കിളിന്റെ റേഡിയസ് അഥവാ ആരം എന്ന് പറയുന്നത്.